കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ശ്രദ്ധയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറവും മണ്ണും ദഹിപ്പിച്ചു കളഞ്ഞു, തൂട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ഇവിടെ എഴുതിയിരിക്കുന്നത് ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തൂട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഏലിയാവിന്റെ ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ് നാം ഇവിടെ വായിച്ച ദൈവവചന ഭാഗം എന്ന് പറയുന്നത്. വളരെ സുപരിചിതമായതും അനേക ദൈവദാസിദാസന്മാരുടെ അതരങ്ങൾ കൂടെ ദൈവത്തിന്റെ ആലോചനകൾ ശക്തമായി ദൈവസഭയ്ക്കും ദേശത്തിനും സമൂഹത്തിനും ജാതികൾക്കും കൈമാറ്റം നൽകിയ വലിയൊരു ആത്മപകർച്ചയുടെ ശുശ്രൂഷ ഏലിയാവിന്റെ ശുശ്രൂഷയിലൂടെ നമുക്ക് പഠിക്കുവാനും കാണുവാനും കേൾക്കുവാനും അനുഭവിക്കാനും ഈ മെസ്സേജിലൂടെ നമുക്ക് പ്രാപിക്കുവാനും കഴിയും. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോഴാണ് ഈ ദൈവത്തിന്റെ മാധുര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഏലിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രൈസലോ. കർത്താവ് ആകാശമാകുന്ന സ്വർഗം തുറന്ന്, പ്രൈസലോ, കർത്താവ് തന്നെ ഹല്ലേലൂയ ദൈവം എന്ന് ജനത്തിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് എടുത്ത എല്ലാ ശ്രമങ്ങളിലും കർത്താവിന്റെ കരം കൂടെ ഉണ്ടായിരുന്നു എന്ന് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ആകാശത്തിന് തീ ഇറങ്ങിയത് കർമ്മേൽ പർവ്വതത്തിൽ കൂടിയിരുന്ന സകല ജനങ്ങളും കണ്ടപ്പോൾ അവർ കമിഴ്ന്നു വീണു. ഹല്ലേലൂയ. യഹോവ തന്റെ ദൈവം, യഹോവ തന്റെ ദൈവം എന്ന് അവർ പറഞ്ഞ് സാഷ്ടാംഗം നമസ്കരിച്ചു എന്ന് ഈ ഭാഗത്ത് കാണാൻ കഴിയും. ഹല്ലേലൂയ. പഴയ നിയമം നാം പഠിച്ചാലും പുതിയ നിയമം പഠിച്ചാലും യഹോവയായ ദൈവം തന്നെയാണ് ദൈവമെന്ന് പറയുന്നത്. വേറെ ആർക്കും അവകാശമൊന്നുമില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതേ യഹോവയായ ദൈവം പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിൽ നമുക്ക് യഹോവയെ അല്ലെങ്കിൽ നമുക്ക് അറിയപ്പെടാൻ കഴിയും. അപ്പോൾ ഒരേ ദൈവം ഉണ്ടെങ്കിൽ അത് യേശുവാണ് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ നൽകിയ പ്രാർത്ഥന, എടുത്ത തീരുമാനം, താൻ ചെയ്ത ശുശ്രൂഷകൾ. അപ്പം ദൈവഭക്തനായിരിക്കുന്ന ഓബദ്യാവും ദുഷ്ടനായ ആഹാബും ജനം വിശപ്പ് മൂലം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുതിരകൾക്ക് പുല്ല് തപ്പി നടക്കുന്ന സ്ഥിതി ഏലിയാവുമായി കണ്ടുമുട്ടുന്നു. ഏലിയാവിനെ എതിരിടാൻ അതിശക്തനായി മാറി ആഹാബ് ഏലിയാവിന്റെ വെല്ലുവിളി സ്വീകരിച്ച് കർമ്മേൽ പർവ്വതത്തിൽ ബാൽ അശേര പുരോഹിതന്മാരെ മുഴുവൻ കൂട്ടി ദൈവമാണെന്ന് നമ്മെ തെളിയിക്കാൻ ഒത്തുകൂടുക. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ബാല് തന്നെയാണ് ദൈവമെന്ന് തെളിയിക്കാൻ വേണ്ടി ബാലിന്റെ അശേരയുടെ സകല പുരോഹിതന്മാരെ കർമ്മേലിൽ വിളിച്ചു കൂട്ടിയിട്ട് ഏലിയാവിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ ദൈവം ബാലാണെന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ബാൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയും നിലവിളിയും നിഷ്ഫലമായി ജനമുമ്പാകെ ഹല്ലേലൂയ സ്തോത്രം മ്ലാനത അനുഭവിക്കുമ്പോൾ ദുഃഖം നിരാശനായി മാറിയപ്പോൾ ഏലിയാവ് അവിടെ മുമ്പുണ്ടായിരുന്ന ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നതുമായ യാഗപീഠം 12 ഗോത്രങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്ന് കാണിക്കാൻ 12 കല്ലുകൾ ഹല്ലേലൂയ എടുത്ത് പുതുക്കി പണിത് യാഗം അർപ്പിച്ചു. ഏലിയാവ് ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനായിരുന്നുവെന്ന് ഏലിയാവിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പം കടലിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് അവിടെ ധാരാളം ഒഴിച്ചു, കുതിർത്തു, തീ ഇറങ്ങുവാനായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ മറ്റാരും പ്രാർത്ഥിക്കാത്ത ഒരു വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ് ഏലിയാവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവേ, അശേരയുടെയും ബാലിന്റെയും പ്രവാചകന്മാരും പുരോഹിതന്മാരുമായി കോടാനുകൂടി ജനം ഇന്ന് ഭൂമിയിൽ ഉള്ളപ്പോൾ അനവധി മനുഷ്യാവതാരങ്ങൾ ദൈവങ്ങളായി മാറുമ്പോൾ അനവധി മനുഷ്യനും ദൈവമെന്ന് പേരെടുത്ത് പറഞ്ഞ് വന്ന് അവർ പറയുന്നതാണ് ദൈവമെന്ന് പറഞ്ഞ് മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ ബാലിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് ആഹാബ് തെളിയിക്കാൻ ഒരുങ്ങി നിൽക്കുന്നതിന്റെ നിലവിലാണ്
ഏലിയാവിന്റെ പ്രാർത്ഥന നടുവിൽ ബാലിന്റെ പ്രവാചകന്മാരും പുരോഹിതന്മാരും പ്രാർത്ഥിച്ചിട്ട് സംഭവിക്കാത്തതും സംഭവിക്കാൻ കഴിയാത്തതുമായ സ്വർഗീയത്തിൽ ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ ഇറങ്ങി വരുന്നത്. എത്ര അത്ഭുതമല്ലേ! ഇപ്പം ദൈവത്തിന് ഒരു ഭക്തനെ ഉപയോഗിക്കുവാൻ അധിക സമയമൊന്നും വേണ്ട. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന് ഭജനം വഹിക്കുമ്പോൾ അല്ലേലൂയ സ്തോത്രം, ഈ ബാലിന്റെ പുരോഹിതന്മാരും അല്ലേലൂയ ബാലിന്റെ പ്രവാചകന്മാരും രാവിലെ തൊട്ട് ഉച്ചവരെയും അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവർ നൃത്തം ചെയ്ത് അവരുടെ ദൈവത്തെ വിളിച്ചു. അവരുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ചു, മുറിവേൽപ്പിച്ചു. അവർ ദൈവത്തെ വിളിച്ചിട്ടും ബാലെന്ന് പറയുന്ന ദൈവം അനങ്ങിയില്ലെന്നുള്ളതാണ്. അല്ലേലൂയ സ്തോത്രം. അതിന്റെ നടുവിലാണ് ഏലിയാവിന്റെ പ്രാർത്ഥന നടുവിൽ അല്ലേലൂയ സ്തോത്രം ദൈവം പ്രവർത്തിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞു, യഹോവയുടെ പ്രവാചകനായി അല്ലേലൂയ ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാർ 450 പേരുണ്ട്. അവർക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് ഖണ്ഡം ഖണ്ഡമാക്കി തീയിടാതെ വിറകിന്മേൽ വയ്ക്കട്ടെ. മറ്റേ കാളയെ ഞാനും അല്ലേലൂയ തീ ഇടാതെ വിറകിന്മേൽ വയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരവിള്ളുന്ന ദൈവം തന്നെ ദൈവമെന്ന ഹല്ലേലൂയ ഇരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്കെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം ഹല്ലേലൂയ 22 വാക്യം തൊട്ട് വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. തുടർന്ന് ആ ഭാഗം വായിച്ചു വരുമ്പോൾ കാണുന്നത്, പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട്, നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുവിൻ. നിങ്ങൾ അധികം പേരുണ്ടല്ലോ. എന്നിട്ട് തീ ഇടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്തൊരുക്കി, ബാലി ഉത്തരമരണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. താങ്കൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. അല്ലേലിയ. രാവിലെ തൊട്ട് ഉച്ചവരെ അവരുണ്ടാക്കിയ യാഗം തുള്ളി കളിക്കുക. എന്നിട്ട് എന്നിട്ട് പറയണ വലിയ ഒരു ഉറക്ക വിളിപ്പിൻ. അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷേ ഉറങ്ങുകയാകുന്നു. അവനെ ഉണർത്തണം എന്ന് പറഞ്ഞ് അവർ ഉറക്ക വിളിച്ച് പതിവ് പോലെ രക്തം ഒഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ച് ഉച്ച തിരിഞ്ഞിട്ടും ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. അല്ലേലൂയ. എന്നിട്ടും ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ലെന്നാണ്. രാവിലെ തൊട്ട് ഉച്ചവരെ ബാലിന്റെ പ്രവാചകന്മാർ പുരോഹിതന്മാർ നൃത്തം ചെയ്ത ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്ന വിധത്തിൽ, ചോര ഒഴുകുന്ന വിധത്തിൽ ശരീരത്തെ മുറിവേൽപ്പിച്ചിട്ട് നൃത്തം ചെയ്തിട്ട് അവരുടെ ദേവൻ മിണ്ടിയില്ല. പ്രൈസലോ. ഇവിടെയാണ് പിന്നീട് ഏലിയാവിന്റെ പ്രാർത്ഥന. 1 രാജാക്കന്മാരുടെ 18-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തിയെന്ന് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമല്ലണമേ, നീ ദൈവം തന്നെ. യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമറിയണമെന്ന ഏലിയാവിന്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് യഹോവയുടെ തീ ഇറങ്ങി ഹോമയാവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിക്കളഞ്ഞു. അല്ലേലൂയ. വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അല്ലേലൂയ അത് കണ്ടിട്ട് കവിട് വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചെന്നാണ്. തീ കൊണ്ട് ഉത്തരമല്ലെന്നൊരു ദൈവത്തെ ഞാൻ ആവർത്തിച്ച് ആ ഭാഗം എടുത്തു പറഞ്ഞത് വീണ്ടും വീണ്ടും നമ്മുടെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്ന അല്ലേലൂയ ജനമെല്ലാം അല്ലേലൂയ ഒന്നിച്ച് ദൈവം സാഷ്ടാംഗം വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവമെന്ന്. ഈ കാലഘട്ടത്തിൽ യഹോവയായി ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കാൻ കഴിയാതെ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ലോകപ്രകാരം ജീവിക്കുന്ന അനവധി ആളുകളോട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ ശക്തമായി ദൂത് പറയട്ടെ. നിങ്ങൾ വിളിക്കുന്ന ബാലിന്റെ ദേവന്മാർക്കോ അല്ലെങ്കിൽ പ്രവാചകന്മാർക്കോ പുരോഹിതന്മാർക്കോ നിങ്ങളുടെ യാഗപീഠത്തിനെ തീയിറക്കുവാൻ കഴിയില്ല എന്നുള്ള സത്യം വേദപുസ്തകം വെളിപ്പെടുത്തുമ്പോൾ
ഇന്ന് പകൽ നിങ്ങൾ യഥാർത്ഥമായി സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ഏലിയാവിന്റെ യാഗത്തെ ദഹിപ്പിച്ചു കളഞ്ഞ യേശു തന്നെയാണ് ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ലേലിയ, നിങ്ങളുടെ വിശ്വാസം ചൂഷണം ചെയ്യുവാൻ നിങ്ങൾ അനുവദിക്കരുത്. എല്ലാവരും സാഷ്ടാംഗം വീണു. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്തോത്രം വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലേലിയ ഫിലിപ്പി ലേഖനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലേലിയ ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ആമൻ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളത് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ ആൻസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഹല്ലേലൂയ ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും ഹല്ലേലൂയ യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായി ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുമെന്ന് ഏലിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ജനമെല്ലാം യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ച പോലെ, ദൈവത്തെ സാഷ്ടാംഗം വേണ്ടി നമസ്കരിച്ചതുപോലെ ഈ കാലഘട്ടത്തിലും അങ്ങനെ ഒരു അനുഭവമുണ്ട്. രക്തം ചെയ്യാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ ദൈവത്തിന്റെ സഭയെ ചേർത്ത് വിശുദ്ധന്മാരോടൊപ്പം 1000 ആണ്ട് വാഴുന്ന ഒരു കാലഘട്ടമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരുടെ സുവിശേഷം പറഞ്ഞിട്ടും സുവിശേഷം കേട്ടിട്ടും അവർ അനുസരിക്കാതെ ലോകപ്രകാരം ജീവിച്ച് അവസാനം കർത്താവും തന്റെ വിശുദ്ധന്മാരുമായി ലോകത്തെ ഭരിക്കാൻ വരുമ്പോൾ, ഭൂമി 1000 ആണ്ട് ഭരിക്കാൻ വരുമ്പോൾ, ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് അവർ കേൾക്കുമ്പോൾ ഹല്ലേലൂയ അന്നാണ് സ്വതം ഹല്ലേലൂയ സർവ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മരിച്ചു പോയവർ പോലും യേശു തന്നെയാണ് ദൈവമെന്ന് വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഈ ലോകത്തിനു മുമ്പിൽ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ആത്മരക്ഷ എന്ന് പറയുന്നത് ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്നത് യഹോവയായ ദൈവം അഥവാ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം ലഭിക്കുന്നതാണ്. ഹല്ലേലൂയ. ബാലിന്റെ പ്രവാചകന്മാരും ഹല്ലേലൂയ പുരോഹിതന്മാരും രാവിലെ തൊട്ട് ഉച്ചവരെ അവരുടെ ദൈവമെന്ന് വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ടും കഴിയാതിരുന്നപ്പോൾ ഏലിയാവിന്റെ പ്രാർത്ഥന അറിവിലേക്ക് ഇറങ്ങി ഒരു ദൈവസാന്നിധ്യം കൊണ്ട് രക്തം ചെയ്യാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നമാണ് പുതിയ നിയമസഭയിലും പുതിയ നിയമസഭയുടെ ദൈവമക്കളുടെ ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് യഥാർത്ഥത്തിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നത് കാണുമ്പോൾ നീ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ദൈവമെന്ന്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ജീവിതം താൽക്കാലികമാണ്. അത് അധിക കാലങ്ങൾ നീണ്ടു നിൽക്കത്തില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ശൈശവത്തിൽ തൊട്ട് മരണം ഏറെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ 70 ഏറിയാൽ 80 അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യുമെന്ന്. ഒരുപക്ഷെ അല്പം കൂടെ കുറച്ചു പേരും കൂടെ മുന്നോട്ട് പോയേക്കാം, എങ്കിലും നിനക്കൊരു മരണമുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിനക്കൊരു മരണമുണ്ട് കേട്ടോ. മരണാനന്തരം നിനക്കൊരു ജീവിതത്തെ ദൈവം വെച്ചിട്ടുണ്ട്. മരണാനന്തര ജീവിതം നിത്യമായി സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് സന്തോഷത്തോടെ നിത്യത സന്തോഷമായി തീരണമെങ്കിൽ ഭൂമി വെച്ച് തന്നെ നീ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ദൈവമെന്ന് പറഞ്ഞ് നിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തണം, നിന്റെ പാപങ്ങൾക്ക് ശുദ്ധീകരണം വരുത്തണം. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഞങ്ങളതുകൊണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച ഘട്ടത്തിൽ ഒരു സഹോദരൻ കമന്റ് ഇട്ടു, അല്ലേ, വളരെ മോശമായ രീതിയിൽ നായെന്നും തായെന്നും ഒക്കെ. അതൊക്കെ വിളിക്കാൻ ഞങ്ങൾക്കൊക്കെ അറിയാം സഹോദര. താങ്കൾക്ക് മാത്രമല്ല അതൊക്കെ വിളിക്കാൻ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞങ്ങളുടെ നാവ് അതിനെ അനുവദിക്കത്തില്ല. താങ്കളെ പോലെ നാവ് അല്ലെങ്കിൽ തെറി പറയാൻ വേണ്ടി വഴങ്ങുകയല്ല ഞങ്ങൾ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നു. അത് താങ്കളെ പോലെ 100 പേര് എഴുന്നേറ്റാലും 1000 പേര് എഴുന്നേറ്റാലും ഞങ്ങളുടെ പ്രസംഗം നടത്തത്തില്ല. ഞങ്ങളുടെ കഴുത്തിൽ അല്ലെങ്കിൽ തലയിരിക്കുന്നിടത്തോളം കാലം, ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. താങ്കളെ പോലെയുള്ള ഞാനൂലുകൾ ദൈവസഭയ്ക്ക് വിരുദ്ധമായി എഴുന്നേൽക്കുമ്പോൾ ഓർത്തോണം, നീറോ ചക്രവർത്തിയുടെ കാലം തൊട്ട് ദൈവസഭയെ തകർക്കാൻ പലവിധ ആളുകൾ എഴുതിയിട്ട് നീറോ ചക്രവർത്തി അടക്കമുള്ള അനവധി ആളുകൾ, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഹെരോദാവും പീലാത്തോസും അടക്കമുള്ള അനവധി ആളുകൾ, നീറോ ചക്രവർത്തിയും ട്രാജനും ഡൊമിഷ്യൻ ചക്രവർത്തി അടക്കമുള്ള അനവധി ചക്രവർത്തിമാരും അന്നും ഇന്നുമൊക്കെ ദൈവസഭയെ തകർക്കാൻ എഴുതിയിട്ടിട്ടും ദൈവസഭ തകർന്നില്ലെന്ന സഹോദരൻ നീ പ്രത്യേകം കേൾക്കണം. ദൈവസഭ തകർന്നില്ല. സുവിശേഷം പ്രസംഗിക്കുന്ന ദേവദാസന്മാരും തകർന്നിട്ടില്ല. ഇത് ശക്തിയേറിക്കൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
അല്ലേലിയ. അപ്പൊ അന്ന് ഹെരോദാവും അല്ലെങ്കിൽ പീലാത്തോസും തുടങ്ങിയുള്ള നീറോൻ രാജൻ, ഡൊമിഷ്യൻ ചക്രവർത്തി അടക്കമുള്ളവർ അന്ന് ദൈവസഭയെ ഉപദ്രവിച്ചെങ്കിൽ ഇന്ന് അവർ ഭൂമുഖത്തിൽ അവൻ മൺമറഞ്ഞുപോയി, അല്ലെങ്കിൽ ഒരു പിടി ചാരം മണ്ണായി മാറി. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര, ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അവർക്കെതിരെ വെറും പരിഹാസമായ രീതിയിൽ വെറും നായ്ക്കളുടെ ഭാഷ നീ ഉപയോഗിക്കരുത്. ഞങ്ങൾക്കത് കേൾക്കുന്നതിന് നാണോ മടിയോ വരും. ഞാൻ താങ്കൾക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട്. അവിടെ എന്നെ അത്രയും അല്ലെങ്കിൽ തെറി വിളിച്ചപ്പോൾ തെറിയുടെ വാക്കുകളുടെ ഉച്ചാരണം അവിടെ രേഖപ്പെടുത്തിയപ്പോൾ ഞാൻ താങ്കൾക്ക് ലൈക്ക് അടിച്ചതെന്ന് അറിയോ? താങ്കൾ ഇന്ന് രാവിലെയും വരാൻ വേണ്ടിയിട്ടാണ്. താങ്കൾ ഇന്ന് രാവിലെ വന്നിട്ട് എന്നെ തെറി വിളിക്കണം. കാരണം അല്ലേ, ദൈവത്തിന്റെ ന്യായവിധി താങ്കൾക്ക് വെച്ചിട്ടുണ്ട്. അതല്ലേ താങ്കൾ മാനസാന്തരപ്പെടണമെന്ന് എനിക്കൊരു ആഗ്രഹം. പ്രൈസ് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, മലയാളമൊക്കെ നന്നായി പഠിക്കുക, പഠിച്ചിട്ട് പോവാൻ ചെറ്റ എന്നൊക്കെ പറയുമ്പോൾ അല്ലേലിയോ ഒന്ന് ഓർത്ത് നോക്കിക്കേ. താങ്കൾ എത്ര നികഷ്ടനായ, താങ്കളെ നികഷ്ടത്തിക്ക് ഏൽപ്പിച്ചത് കൊണ്ടല്ലേ താങ്കളത് സംസാരിച്ചത്. സുവിശേഷം പ്രസംഗിക്കുവാൻ ഈ ഭൂമി സകല ജനത്തിനും അധികാരമുണ്ട്. കർത്താവ് യേശുക്രിസ്തു തന്റെ അന്ത്യകൽപ്പനയാകുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊണ്ട് ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് മത്തായിയുടെ സുവിശേഷം 28-18-19-20 വാക്യങ്ങൾ പറയുമ്പോൾ ഇത് യേശു ഞങ്ങൾക്ക് തന്ന അധികാരമാണ്. നിങ്ങൾ മാർക്കോസിന്റെ സുവിശേഷം വരുമ്പോൾ കാണണം 16 നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. അല്ലേ, ഭൂലോകത്തിലൊക്കെയും സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 1:8 വരുമ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവിനെ വന്നിട്ട് നിങ്ങൾ ചേർത്ത് ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളുടെ സാക്ഷികളാക്കി. ദൈവം നിങ്ങൾക്ക് തന്ന അധികാരമാണ്. തടയുവാൻ ഉലകത്തിലൊരു വ്യക്തി കഴിയും. താങ്കളെപ്പോലെ 100,000 ജനം എഴുന്നേറ്റ് ഒന്നിച്ച് ഞങ്ങളെ ചീത്ത വിളിച്ചാലും സുവിശേഷത്തെയോ ഞങ്ങളെ തടയാൻ കഴിയില്ല. ദൈവസഭ വളരുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ സ്തോത്രം. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബാലിന്റെയും അശേരുടെയും പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒന്നിച്ച് രാവിലെ തൊട്ട് ഉച്ചവരെ അവരുടെ ദേവന്റെ നാമത്തെ വിളിച്ചിട്ടും അവരുടെ ഭോജനയാഗത്തെ ദഹിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. സ്വർഗം തീയിറങ്ങിയില്ല. അവരുടെ ദേവൻ ബാലെന്ന് പറയുന്ന ദൈവം വേണ്ടിയില്ല. എന്നാൽ ഏലിയാവിന്റെ ദൈവം അല്ലെങ്കിൽ ഏലിയാവിന്റെ പ്രാർത്ഥന തീയിറക്കിയെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന മതിയും ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞങ്ങളാരും ചീത്ത വിളിക്കത്തില്ല, ഞങ്ങളാരും ചീത്ത വിളിക്കാൻ തയ്യാറാകത്തില്ല. കാരണം എന്താ, അപ്പം നിങ്ങൾ ചീത്തയാകത്തില്ല. ഞങ്ങൾക്കൊക്കെ ചീത്ത നന്നായിട്ടറിയാം. ഞങ്ങളൊക്കെ ലോകത്ത് ജീവിച്ചു വളർന്നു വന്നവരല്ലേ. പക്ഷെ താങ്കളെപ്പോലെ മര്യാദകൾ കാണിക്കാൻ അറിയത്തില്ലാത്തത് കൊണ്ട്, ഞങ്ങൾ സുവിശേഷത്താൽ വീണ്ടും ജന്മം പ്രാപിച്ചതുകൊണ്ട്, യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിച്ചതുകൊണ്ട്, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലം ഞങ്ങളുടെ സ്വഭാവത്തെ ഞങ്ങൾ ഉരിഞ്ഞ് കളഞ്ഞ് പുതിയ മനുഷ്യനായി മാറിയപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന വെളിച്ചമാണ് സുവിശേഷം. യഹോവ തന്നെ ദൈവമെന്ന് ജനമെല്ലാം ഒന്നടങ്കം പറഞ്ഞ് സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചവരും ഞങ്ങളും യേശു തന്നെ ദൈവമാണെന്ന് പറഞ്ഞ് ഞങ്ങളും ദൈവത്തിന് സാഷ്ടാംഗം വീണ് ഞങ്ങൾ യേശുവിന്റെ നാമത്തെ ഉയർത്തുകയാണ്. രക്തം എന്തിനാ? നിങ്ങളെ രക്ഷയ്ക്കാകട്ടോ സഹോദരൻ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയോ, നിങ്ങൾ എന്നെ കുറിച്ച് പഠിക്കണം. ഞാൻ ഒരു ലോഡിങ്ങുകാരനായിരുന്നു. അല്ലരിയ, എന്നെ റാന്നിയിൽ വെച്ചുച്ചിറ ചാത്തന്ത്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അല്ലരിയ, അവിടെ വെറും മദ്യപിച്ച് വെളിവിട്ട് സുബോധം നഷ്ടപ്പെട്ട് കള്ളുപടിച്ച് കഞ്ചാവ് പിടിച്ച് സകല മയക്കുമരുന്ന് ഉപയോഗിച്ച് ലോഡിങ് ചെയ്ത് ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ ലോഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ തെറിയ അറിയാവുന്നുള്ളത്, എല്ലാ ഭാഷകളും ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ജീവിച്ചവനാ. അപ്പൊ എനിക്കിതൊക്കെ അറിയാം. എന്ന് ഞാൻ ഇപ്പം പറയാറില്ല. കാരണം ഞാൻ കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ മകനായി മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കഴിഞ്ഞതിനെയൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞു. നിങ്ങൾ ഇതിനെക്കുറിച്ച് എൻ്റെ നാട്ടിൽ ഞാൻ സ്ഥലപ്പേരൊക്കെ പറഞ്ഞു, നിങ്ങൾ വിളിച്ചു ചോദിച്ചോ കാര്യമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ. അപ്പൊ അവരൊക്കെ പറയും ലേലിയ സ്തോത്രം. അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടണം കേട്ടോ. സ്തോത്രം. ഒറ്റ ദൈവം, യേശുക്രിസ്തു മാത്രം ദൈവം, അതിനപ്പുറത്തൊരു ദൈവമില്ല. അല്ലേലിയ. യേശു വലിയ സ്തോത്രം, വലിയ അല്ലാതെ ഒരു ദൈവമില്ല. യേശു തന്നെ കർത്താവെന്ന് സർവ്വലോകരും ഭൂലോകരും അധോലോകരും ഏറ്റവും അറിയുന്നൊരു നാളുണ്ടെന്ന് രക്തജയം. മോശയ്ക്ക് ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ തന്നെ ദൈവം എന്താ പറഞ്ഞറിയോ? 10 കൽപ്പന. അല്ലേലിയ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 2 തൊട്ടുള്ള വാക്യങ്ങളും ആവർത്തന പുസ്തകം 5-ാം അധ്യായം 17 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ കാണുന്നത്, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. വീതെ സ്വർഗത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ ചരിക്കുന്ന വേദത്തിന്റെ യാതൊന്നിന്റെ പ്രതിമ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ പാടില്ല എന്ന് 10 കൽപ്പനയെ ദൈവം എല്ലാവർക്കും വായിച്ച് മനസ്സിലാകത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തി നമ്മൾ അംഗീകരിക്കാതെ ചിലര് 10 കൽപ്പനയെ കൂട്ടിമാറ്റി അല്ലെങ്കിൽ താങ്കൾക്ക്
ഇഷ്ടംപോലെ വ്യാഖ്യാനിക്കുക ചെയ്യുമ്പോഴും ദൈവനാമത്തിന് യാതൊരു മാറ്റവുമില്ല നിൽക്കുകയാണ്. ഈശ്വരോ, നമ്മൾ ദൈവത്തിലേക്ക് വരണം കേട്ടോ. ഈ കാണുന്ന ആകാശത്തെ ഭൂമി സൃഷ്ടിച്ച അണ്ടകടാഹങ്ങളുടെ അഖിലാണ്ടത്തിന്റെയും ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അട്ടക്കി ഭരിക്കുന്നവൻ, സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, അവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം രക്തം ചെയ്യും. ഈശ്വരോ, അല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിന് വതരുക. അപ്പം ക്രിസ്തുവിന്റെ നാമത്തിൽ സകല നാമം അവനെ കർത്താവ് ഏറ്റുപറയും. ആമി എന്ന ഫിലിപ്പ് ലേഖനം നമ്മൾ 2:8 വായിച്ചതുപോലെ ഏലിയാവിന്റെ കാലഘട്ടത്തിൽ നടന്നു. അല്ലേ? അപ്പൊ ഏലിയാവ് ആകാശത്തെ തീയിറക്കുന്നതിന് മുമ്പ് ആദ്യം ബാലിനും ബാൽ പ്രവാചകന്മാർക്ക് സമയം നൽകി. അവർ രാവിലെ മുതൽ ബാലിനെ ഉറക്ക വിളിച്ചുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവർ പണിത യാഗപീഠത്തിന് തീ ഇറങ്ങിയില്ല. ഭോജനയാഗം കഴിക്കുന്ന സമയമായപ്പോൾ ബാൽ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട സമയം അവസാനിച്ചു. തുടർന്ന് ഏലിയാവിന്റെ ശുശ്രൂഷ ആരംഭിച്ചു. സ്വതന്ത്രം. അത് കഴിഞ്ഞ കാലങ്ങളിൽ ബാലിന്റെ പ്രവാചകന്മാർക്ക് അവരുടെ ഭോജനയാഗം ദഹിപ്പിക്കുവാൻ വേണ്ടി യാഗപീഠത്തിൽ തീയിറങ്ങാൻ വേണ്ടിയിട്ട് ദൈവം അനുമതി സമയം തന്നു. അവർ രാവിലെ തൊട്ട് ഉച്ചവരെ പ്രാർത്ഥിച്ചിട്ടും അവർ ബാലിനെ വിളിച്ചിട്ടും തീയിറങ്ങാതെ വന്നപ്പോൾ ഏലിയാവിന്റെ സമയത്ത് ഏലിയാവ് പ്രവർത്തിച്ച പോലെ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് അനവധി സമയങ്ങൾ തന്നും നിങ്ങൾക്ക് ദൈവങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോഴാണ് ദൈവം ഏലിയാവിനെ പോലെ ശക്തന്മാരായിരിക്കുന്ന ശിഷ്യന്മാരെ ഭൂമിയുടെ അറ്റത്തോളം നിർത്തി കർത്താവിന്റെ വചനത്തെ പ്രസംഗിക്കുന്നത്. അല്ലേലിയ. അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി ഉണ്ട്. അല്ലേലിയ. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തീയിറങ്ങിയ പോലെ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം തന്റെ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തും. അതാ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അല്ലേലിയ. ഞങ്ങൾക്ക് എല്ലാവരെയും പോലെ മനുഷ്യന്മാർ തന്നെയാ. ഞങ്ങൾക്കും ശരീരവും അല്ലേലിയ മനസ്സും ഹൃദയവും ജീവനും ഒക്കെയുള്ള ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കുള്ള പോലെ തന്നെയുള്ള എല്ലാ ജീവിത സാഹചര്യം ഞങ്ങൾക്കും ഉണ്ട്. അല്ലേലിയ. പക്ഷെ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്. കാരണം ഞങ്ങൾ ലോകത്ത് ജീവിച്ചപ്പോൾ നിങ്ങളെപ്പോലെ ജീവിച്ചു. എന്നാൽ ലോകത്തെ വിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ ലോകക്കാരെ പോലെ ജീവിക്കാതെ കർത്താവായ യേശുക്രിസ്തുവിന് ഭാവമുള്ളവരായി ഞങ്ങൾ ജീവിക്കുക. അതുകൊണ്ടാണ് 1 പത്രോസിന്റെ 4-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 1-ാം വാക്യം പറയുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. അത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. കാൽവരി ക്രൂശിൽ കരിയിലും പാണിയാൽ തറയപ്പെട്ട് മുൾക്കിരീട ധാരിയായി പടയാളികൾ മാറി മാറി അവനെ അടിച്ചവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമ്പോൾ അവന്റെ ശരീരം ഉഴവുചാരം പോലെ കീറി. എന്തിന്? മാനകുലത്തിന് മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, മാനകുലത്തെ മുഴുവൻ പാപത്തിന് രക്ഷിച്ച് നിത്യതയിൽ അവകാശമാക്കി സ്വർഗരാജ്യം അവർക്ക് വെളിപ്പെടുത്താൻ വേണ്ടി യേശു ക്രൂശിൽ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ട് കർത്താവ് ജഡത്തിൽ കഷ്ടം അനുഭവിക്കുമ്പോഴും എന്താണ് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിന്ന് എഴുതിയ ഇവിടെ പത്രോസ് പറയുമ്പോൾ ഫിലിപ്പി ലേഖനം 2 വരുമ്പോൾ പൗലോസ് പറഞ്ഞ ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരോ, അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിനെ റോമൻ പടയാളികളും വലിയ യഹൂദ സാമ്രാജ്യവും വലിയ ഒന്നിച്ച് കൂട്ടി നിന്ന് ക്രൂശിൽ തറച്ച് അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ അവിടെ നിന്ന ജനം അവനെ നോക്കി പരിഹസിച്ച് നിന്നിച്ച് അവന്റെ മുഖത്ത് തൊപ്പി തല്ലേ, നീ രാജാവോ, നീ ഇറങ്ങി വാ, നീ പല്ലെ രക്ഷിച്ചില്ലേ, നീ നിന്നെ തന്നെ രക്ഷിക്ക്, നിന്റെ കൂടെ കിടക്കുന്ന രക്ഷിക്കുന്നവൻ ചതിയെന്ന് ബെൽസബൂലെന്നും കുലപാതകനെന്നൊക്കെ വിളിച്ച് യേശുവിനെ അതിശയിച്ചപ്പോൾ അതൊക്കെ ക്രൂശിൽ കിടക്കുന്ന കർത്താവ് ഏറ്റതാ. നിങ്ങൾ മത്തായി 26 അല്ലെങ്കിൽ വായിക്കുക, കാണാതൊക്കെ. അങ്ങനെ യേശു അപ്പോൾ തനിക്ക് ചുറ്റും നിന്ന് കരയുന്ന സ്തോത്രം യെരൂശലേം പുത്രിമാരോട് യേശു പറഞ്ഞ, യെരൂശലേം പുത്രിമാർ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുകയും. യേശുവിനെ നിന്ദിക്ക് അവമാനിക്ക് പരിഹസിച്ച് ചെയ്തവരെ നോക്കിയിട്ട് യേശു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാക്കിയാൽ ഇവരോട് പൊറുക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. അതെ, ക്രൂശിൽ കർത്താവ് കാണിച്ച ക്രിസ്തു യേശു ജഡത്തിൽ കഷ്ടം അനുഭവിക്കുമ്പോഴും യേശു ക്രിസ്തുവിന്റെ ഹൃദാമ്യഭാവം അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതാണ് നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും തെറിയും കടന്നു ഉപദ്രവവും പീഡകൾ കടന്നു വരുമ്പോൾ രക്തം ചൊരിയേണ്ടത് രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വരുമ്പോഴും ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ച് ഞങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, ഞങ്ങൾ കർത്താവിനെ അനുഗമിക്കുന്നു. അല്ലേ? ഏലിയാവിന്റെ ദൈവം ഞങ്ങളുടെ ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. ഏലിയാവിന്റെ ദൈവത്തിന് മാത്രമേ അത്ഭുതം ചെയ്യാൻ കഴിയുള്ളൂ. അല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഏലിയാവിന്റെ ദൈവമാണ്.
പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് അത്ഭുതങ്ങൾ ചെയ്തവൻ. ഹല്ലേലൂയ. കനാവിലെ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയവൻ. ഹല്ലേലൂയ. ആമേൻ. ഐറോസിന്റെ മക്കൾ ജീവൻ കൊടുത്തവൻ. ഹല്ലേലൂയ. ലാസറിനെ മരിച്ചു ഉയർപ്പിച്ചവൻ. ഹല്ലേലൂയ. കുരുടനെ കാഴ്ച കൊടുത്ത്, ചികറിന് കേൾവി കൊടുത്ത്, മുടന്തനെ നടക്കുമാറാക്കി. ഹല്ലേലൂയ. രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം കൊടുത്ത്. ഹല്ലേലൂയ. ആമീൻ. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ, പക്ഷവാതക്കാരനെ സൗഖ്യമാക്കിയ, ആമീൻ. പുതിയ നിയമത്തിൽ അത്ഭുതങ്ങളെ വലിയ പരമ്പര തന്നെ നിൽക്കുമ്പോൾ ഞങ്ങൾ ആ യേശുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഏലിയാവിന്റെ ദൈവം തന്നെ യേശു ക്രിസ്തു തന്നെയാണ് ഞങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിലേക്ക് വരണം കേട്ടോ. നിങ്ങളുടെ പാപശാപ രോഗബന്ധനങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടനഷ്ട ദുഃഖ വേദനകൾ, നിങ്ങൾ അനുഭവിക്കുന്ന നിന്ന പരിഹാസ അപമാനങ്ങളെല്ലാം നിന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നീ തകർന്ന് തരിപ്പണമായി ഉടഞ്ഞുപോയ ചിറ്റുപോലെ നിന്റെ ജീവിതം തകർന്ന് കിടക്കുമ്പോൾ, ഇന്ന് പകൽ എനിക്കുള്ള മാതാവ് പിതാവേ, നീ മടങ്ങി വന്ന് ഏലിയാവിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് നീ സ്വർഗത്തിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവത്തിന്റെ കരന്റെ അരികിലേക്ക് നീണ്ടുവരും, നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ദൈവത്തിന്റെ കരം, മുറിവേറ്റ കരം നിന്റെ കണ്ണുനീർ തുടയ്ക്കും കേട്ടോ. ഹല്ലേലൂയ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ജീവിതത്തിൽ കഷ്ടം കൊണ്ട്, പ്രയാസം കൊണ്ട്, കടക്കണികൾ കൊണ്ട്, നിന്ദകൾ കൊണ്ട്, രോഗം കൊണ്ട്, മഹാവ്യാധികൾ കൊണ്ട് ജീവിതം മടുത്ത് നിരാശപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലിരിക്കുന്ന സോദാവേ, നിന്നെ സംരക്ഷിക്കും ഉലകത്തിന് കഴിയത്തില്ല. ഇവിടുത്തെ മതങ്ങൾക്കോ നേതാക്കന്മാർക്കോ രാഷ്ട്രീയ കർഷകർക്കോ കഴിയത്തില്ല. നിന്റെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ ഹല്ലേലൂയ നിന്നെ കൈക്കൊള്ളുവാൻ, നിന്നെ സ്നേഹിപ്പാൻ, നിന്നെ താങ്ങി നിർത്തുവാൻ, നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, നിനക്ക് മറുപടി നൽകുവാൻ യേശു ക്രിസ്തു മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യണം. ആ യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയാം, അതുപോലെ നമ്മുടെ ദേശത്തിലെ ബാലിനും വിഗ്രഹാരാധനയ്ക്കും അന്ധകാര ശക്തികൾക്കും കർത്താവ് സമയം നൽകിയത് അവസാനിച്ചു. ഈ കാലഘട്ടത്തിലും ഇവിടുത്തെ ബാലിന്റെ ദൈവങ്ങൾക്കും ബാലിനും വിഗ്രഹ അന്ധകാര ശക്തികൾക്കും കർത്താവ് നൽകിയ സമയം അവസാനിച്ച് നിർത്തിയിരിക്കണം. ഏലിയാവിനെ പോലെ കർത്താവിന് വേണ്ടി ഭക്തി തീക്ഷ്ണതയോടെ എഴുന്നേൽക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഏലിയാവിനെ പോലെ ഭക്തി തീക്ഷ്ണതയോടെ ദൈവസഭ ഉണരേണ്ട സമയമാണ്. ദൈവമക്കൾ ഉണരേണ്ട സമയമാണ്. ക്രൈസ്തവ സമൂഹം ഉണരേണ്ട സമയമാണ്. ഹല്ലേലൂയ. കർത്താവ് പിന്മഴയുടെ അഗ്നിയെ ദേശം മുഴുവൻ ഇറക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പിന്മഴയുടെ ശക്തിയെ, ഹല്ലേലൂയ, പിന്മഴയുടെ അനുഭവത്തെ, പിന്മഴയുടെ അഗ്നിയെ ദേശം മുഴുവൻ ഇറക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ, അപ്പൊ നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആത്മരക്ഷ നീ പ്രാപിക്കണം. വിശുദ്ധ ജീവിതം നയിക്കണം. പാപഭംഗിരമായ ജഡികമായ ജീവിതത്തെ മാറ്റിക്കളഞ്ഞിട്ട് ക്രിസ്തു തന്റെ ദൈവമെന്നുള്ള ഉറച്ച വിശ്വസ്തയോടെ, ഉറച്ച നിലവിളിയോടും കണ്ണുനീരും യാത്രയോടും കൂടി നീ കർത്താവിന്റെ നിലവിളിക്കുന്നെങ്കിൽ, നീ കടന്നു പോകുന്ന ചെങ്കടന് സമാനമായ വിഷയങ്ങൾ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. മാതാവേ, പിതാവേ, ശ്രോതാവേ, ഹല്ലേലൂയ. ഞാൻ ഓരോ ദിവസവും അനുഭൂതി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ, അവരുടെ കണ്ണുനീര് കാണുമ്പോൾ, സങ്കടം കാണുമ്പോൾ, ദുഃഖം കാണുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ചിന്തിക്കാറുണ്ട്, കർത്താവേ, എത്രമാത്രം കഷ്ടത്തിലൂടെ ജനം കടന്നു പോകുന്നത്. ഹല്ലേലൂയ. മരണം മാത്രമേ ഉള്ളൂ പാസ്റ്റർ എന്ന് പറഞ്ഞ് പലരും കണ്ണുനീരോടെ കരയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കരയാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കൊടുക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ബാലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിരാശരായ ജനം അവർ കർത്താവ് യേശുവിൽ മടങ്ങി വന്നല്ലോ. അവർ ഏലിയാവിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് യേശുവോട് പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവിന്റെ യാഗത്തിന് തീ ഇറങ്ങിയതുപോലെ കർത്താവ് മനുഷ്യന്റെ വിഷയത്തിലെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ മഹാഭാവിയായ മനുഷ്യൻ, എനിക്ക് വേണ്ടി ആയിരക്കണക്കിന് 10,000കണക്കിന് ജനങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ജനങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ അനവധി പെന്തക്കോസ്ത് സമൂഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത്. പ്രൈസ്. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുവാൻ, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കടപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സഹോദരി എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ഹല്ലേലൂയ. വിളിച്ചിട്ട്, അല്ലെങ്കിൽ വിദേശത്ത് കേട്ടോ, അമേരിക്ക എന്നാണ് വിളിക്കുന്നത്. ആ സഹോദരി എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എൻ്റെ കയ്യിലൊന്നും തരാനില്ല. ഞാൻ വളരെ നഷ്ടം, കഷ്ടം, വേദന, ദുഃഖം എല്ലാം നശിച്ചു. എൻ്റെ ജീവിതം അങ്ങനെയായി.
അപ്പം നമ്മൾക്ക് ഈ അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ ചിന്ത എന്താ, അമേരിക്കയിലേക്ക് ജനം പോയി കഴിഞ്ഞാൽ പിന്നെ പൈസ മരുന്ന മരം മേടിച്ച് മുറ്റത്ത് നട്ട് വളർത്തി അതിന് പൈസ കുലുക്കി എടുക്കുന്നൊക്കെയാ ചിലരൊക്കെ പറയുന്നത്. അമേരിക്കയിൽ പോയാൽ അങ്ങ് ഭയങ്കര പണമാണെന്ന് പറയുന്നുണ്ട്. ഉണ്ട്, നന്നായിട്ടൊക്കെ ഉണ്ടാക്കുന്ന അത് അവരുടെ ദൈവകൃപ പോലെ. ദൈവത്തെ എങ്ങനെ നിൽക്കുന്നോ അതുപോലെ ദൈവം കൊടുക്കും. എന്നാൽ ചിലരൊക്കെ പരാജയപ്പെടാറുണ്ട്. അങ്ങനെ പരാജയപ്പെട്ടൊരു സ്ത്രീയാണ് എന്നെ വിളിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം തരാൻ പോവുകയാണ്, നിന്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റാൻ പോവുകയാണ്, നിന്റെ കണ്ണുതിന്റെ ദൈവം തുടയ്ക്കാൻ പോവുകയാണ്. ഞാൻ ആ വ്യക്തി ഒരു സുവിശേഷം പറഞ്ഞു. ഹല്ലേലൂയ. ആ സുവിശേഷത്തെ ഉൾക്കൊള്ളാൻ തുടങ്ങി, സുവിശേഷം മനസ്സിലാക്കാൻ തുടങ്ങി, യേശുവിനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ എവിടെയെങ്കിലും സഭയുണ്ടെങ്കിൽ ആ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ആ സഭയിലെ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവജനം നിങ്ങൾക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ കണ്ണുനീരുകൾ നാളുകൾ കഴിയുന്നവരെ ദൈവം നീക്കുകയെ നഷ്ടപ്പെട്ടു പോയി സമാധാനത്തെ ദൈവം മടക്കി തരുമെന്ന് പറഞ്ഞ് ഞാൻ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പറയാൻ കാണാതെ എന്നിട്ട് സഹോദരി പറയാം, എനിക്കൊന്നും തരാനില്ല. ഞാൻ പറയും, എനിക്കൊന്നും വേണ്ട, ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ പ്രാർത്ഥിച്ചത്, എൻ്റെ ദൗത്യം ഞാൻ ചെയ്തു. പലരും പ്രാർത്ഥന ശുശ്രൂഷയൊക്കെ പണത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, പണത്തിന് വേണ്ടി പലരും പണമൊക്കെ പറഞ്ഞ് കൂലിയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് പോകുമ്പോൾ, ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എന്നെ ഏൽപ്പിച്ച് ദൗത്യം ചെയ്യുക. ദൈവം എന്നെ പോറ്റുന്നു. ഹല്ലേലൂയ. ദൈവം എന്നെ നടത്തുന്നു. ആകാശത്തിലെ പറവുകളെ നോക്കുവിനെ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും ദൈവത്തെ പുലർത്തുന്നു പറഞ്ഞവരെ എൻ്റെ ജീവിതമൊക്കെ അങ്ങനെയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പം പൈസയിലെന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് അമേരിക്കയിലാണെന്ന് പറഞ്ഞാലും കഷ്ടം സഹിക്കുന്നു. അത് വിദേശ രാജ്യങ്ങൾക്ക് കഷ്ടം ഒരുപാട് പേരുണ്ട്. ഒത്തിരി പേരുടെ പ്രാർത്ഥന ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നെ വിളിക്കുന്നതിൽ കൂടുതൽ ആൾക്കാരും കഷ്ടം സഹിക്കുന്നവരാണ്. പ്രൈസലോ. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. അത് ഏലിയാവിന്റെ പ്രാർത്ഥന തീയിറക്കിയ ദൈവമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ സങ്കടത്തിന്റെ മുമ്പിൽ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. തകർന്നു പോയോ നീ ജീവിതം? തകർന്ന് കിടക്കണം നിന്റെ കുടുംബം? ഹല്ലേലൂയ. ജീവിതത്തിൽ സമാധാനമില്ലാത്ത അനുഭവമാണ്, സങ്കടമാണോ, നിരാശയാണോ, സ്നേഹം കിട്ടാത്ത അനുഭവം, വാത്സല്യം കിട്ടാത്ത, ഒരു കരുതൽ കിട്ടാതെ ഏകാന്തയുടെ നടുവിൽ നീ കടന്നു പോവുകയാണോ? ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നത്, ഏലിയാവിന്റെ ദൈവത്തെ വിളിച്ച് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം, ആ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരും. പ്രൈസലോട്. അതുകൊണ്ടാണ് ഏലിയാവും പറഞ്ഞ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം എന്ന്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാൻ കേട്ടോ, നമ്മൾ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല. ആമീൻ അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമേ, അങ്ങന്റെ ദൈവമായി എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാകട്ടോ. പ്രൈസോ. ഹല്ലേലൂയ. അത് നിങ്ങളുടെ നിരാശകളൊക്കെ ദൈവം മാറ്റുമെന്ന്, സങ്കടങ്ങളെയൊക്കെ മാറ്റും. ഹല്ലേലൂയ. അല്ലേസോ. ഒരിക്കലും ഒരു മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മിക്കവാറും മാസത്തിലൊരിക്കൽ എന്നെ വിളിക്കും. വളരെ ഭയഭക്തിയോടെ മക്കളെയൊക്കെ വളർത്തി. ഹല്ലേലൂയ. നല്ലൊരു പെൺകുഞ്ഞിനെ ദൈവം കൊടുത്തു. ആദ്യം പഠിപ്പിച്ചു വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്തു. കല്യാണമൊക്കെ കഴിച്ച് ഭർത്താവ് വീട്ടിലേക്ക് പോയി. ഭർത്താവിനെ അശേഷം പോലും അനുസരിക്കത്തില്ല. ഭർത്താവിനെ ഉപദ്രവിക്കും, പീഡിപ്പിക്കുക. ഭർത്താവ് ഒരു പാവമായ മനുഷ്യനാ. ആ ഉപദ്രവവും പീഡയും നിന്ദകളെല്ലാം കേട്ട ഭർത്താവ് അത് സഹിക്കും. ആ ഭർത്താവിന്റെ സങ്കടമെല്ലാം വിളിച്ച് ഈ കൊച്ചിന്റെ അമ്മയോട് പറയും. ഈ കൊച്ചിന്റെ അമ്മ പറയും, മോനെ, എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ മാതാവിന്റെ സങ്കടം എന്നോട് വിളിച്ചു പറഞ്ഞു, പാസേ, എൻ്റെ മോളിങ്ങനൊക്കെയാ, പാസ്റ്റൊന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതെ, കഷ്ടം സഹിക്കുന്ന അനവധി ആളുകളുണ്ട്, വേദനിക്കുന്ന അനവധി ആളുകളുണ്ട്, അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന അനവധി ആളുകളുണ്ടെന്ന്. ജീവിതത്തിൽ ദുഃഖം കടിച്ചമർത്തുന്ന അനവധി ആളുകളുണ്ട്. കണ്ണുനീര് കുടുംബത്തിൽ മക്കളെ കൊണ്ട് ഭാരപ്പെടുന്ന, മാതാവിനെ കൊണ്ട് ഭാരപ്പെടുന്ന, പിതാവിനെ കൊണ്ട് ഭാരപ്പെടുന്ന, സ്വന്തം ഭർത്താവിനെ കൊണ്ട് ഭാരപ്പെടുന്ന, ഭാര്യയെ കൊണ്ട് ഭാരപ്പെടുന്ന അനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. സാമ്പത്തിക ഞെരുക്കളും കടക്കണികളും ജപ്തികളും നേരിടുന്ന അനവധി ആളുകളുണ്ട് ഇവിടെ. ഹല്ലേലൂയ. എല്ലാം തകർന്ന് തരിപ്പണമായി കയറി കിടക്കും, തലചായ്പൻ ചെറ്റക്കുള്ളിൽ കിടക്കുന്ന അനവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. രക്തക്ഷയം. ഹല്ലേലൂയ. ഒരു നേരത്തെ ആഹാരമില്ലാത്ത ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ കൂടെ കാണും, പരിമേടിച്ച് സഹായിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ നടുവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം എത്ര നല്ല വിശ്വസനാണ്. പ്രത്യേകം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ വളർന്ന പിന്നെ നമ്മുടെ അനേക യുവനക്കാരികളൊക്കെ അനേക ആളുകളെ സന്ദർശിച്ച് അവരുടെ വിഷയങ്ങൾ പുറലോകത്തെ അറിയിച്ച് അവർക്കൊക്കെ നല്ല ഹല്ലേലൂയ നന്മകൾ നൽകുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞിടെ പലപ്പോഴും ശ്രദ്ധിക്കാനുള്ള ആ വ്യക്തിയാണ് ഈ അച്ചായൻ ഗോൾഡ് എന്ന് പറയുന്നത്. എനിക്ക് എപ്പോഴും ഒന്നും അറിയത്തില്ല ഈ കാണുന്നത് അച്ചായൻ ഗോൾഡ്. അദ്ദേഹത്തിൻ്റെ 10-25 സ്വർണ്ണക്കടയുണ്ട്. കഴിഞ്ഞ ഉൾക്കടം ചെയ്ത് ഞാൻ വാർത്തയെ കണ്ടതാണ്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഓരോ വീടുകളിലും കടന്നു ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ലഭിച്ച നന്മകളുടെ ഒരു ഭാഗം അവർ കൊടുത്ത് കൈപിടിച്ച് ഉയർത്തുന്നത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കാണാൻ തുടങ്ങി. അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ പാലായില് അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കട മുമ്പിൽ ഒരു ബ്ലോക്ക് വെച്ചപ്പോൾ, ഒരു ബോർഡ് വെച്ചപ്പോൾ അത് അവിടുത്തെ ആളുകൾ വന്ന് നശിപ്പിച്ച് കളഞ്ഞത് നമ്മൾ കണ്ടു.
അത് നന്മ ചെയ്യുന്നവൻ ചെയ്യട്ടെന്നേ. അല്ലെങ്കിൽ ഒരുവനെ ദൈവം നന്മ ചെയ്ത് അനേകരെ കൈപിടിച്ച് ഉയർത്തുന്ന ദേശത്ത് ഒരാളെ എഴുന്നേൽക്കുമ്പോൾ നമ്മളതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, നമ്മളതിനെ അനുകൂലിക്കണം. ആ മനുഷ്യൻ ചെയ്യുന്നത് കാണുമ്പോൾ മനുഷ്യൻ ചെയ്ത് നല്ല പ്രവൃത്തിക്ക് സ്ഥാനം കൊടുക്കണം. ആ മനുഷ്യൻ തേച്ചു ചെയ്ത് വലിച്ചുകയറാൻ ശ്രമിക്കരുത്. ആയിരങ്ങൾ ആയിരങ്ങൾ നാമകരുടെ കഷ്ടം സഹിക്കുന്നുണ്ട്. ഏരിയാവിന്റെ ദൈവം ചിലരെ പ്രിയ സഹോദര, ഏരിയാവിന്റെ ദൈവം ചിലർ എഴുന്നേൽപ്പിക്കും. നിന്റെ കഷ്ടങ്ങൾ നടുവിലേക്ക് ദൈവം ചിലരെ അയക്കാൻ തുടങ്ങുക. നിന്റെ കഷ്ടത്തെ ദൈവം മാറ്റിക്കരുത് കേട്ടോ. ഇത് നടക്കുന്നത് അങ്ങനെ. ഏരിയാവിന്റെ ദൈവം ചിലരുടെ ഹൃദയത്തിൽ ഇടപെടും. അത് നിന്റെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവം കർത്താവിന് വേണ്ടി അല്ലേലൂയ എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഇതാകുന്നു അതിനുള്ള ഏറ്റവും നല്ല സമയം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഇതാ ഏറ്റവും നല്ല സമയം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാനേ കഴിയുന്നുള്ളൂ. അല്ലേ, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സമയം. അല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആമീൻ. ദൈവന്റെ വലിയ സ്തോത്രം. വലിയ ദൈവത്തിന്റെ വചനം പറയുന്നത് ആമീൻ. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-7 വാക്യം വായിക്കും. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അത്യാചാരങ്ങളെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ ആമീൻ നേരിലുള്ള ചെങ്കോൽ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കുക. ദൈവമേ, നിന്റെ അല്ലയ്യ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്ന ഇബ്രാഹിലേഖനത്തിൽ പൗലോസ് പറയുക. അല്ലേലിയ. എന്താണ് നമ്മളിവിടെ വായിക്കുന്നത്? 1-7 എന്ന് പറഞ്ഞ കാറ്റുകളെയും കത്തിചാലുകളെയും ആലങ്കാരികമായി ദൈവഹിതം നിറവേറ്റുന്ന ശുശ്രൂഷക്കാരായി ഇവിടെ വർണ്ണിച്ചിരിക്കുക. അല്ലേലിയ. അത് ദൈവത്തിന് ഒരു മനുഷ്യനെ ഉപയോഗിക്കണമെങ്കിൽ ദൈവം തന്നെ ദൂതന്മാരെ അല്ലേലിയ അവർക്ക് കാവലായിട്ട് അയക്കും. അല്ലേലിയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനവും മത്തായിയുടെ സുവിശേഷം അല്ലേലിയ 3-11 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവുണ്ട്. അല്ലേലിയ. പരിശുദ്ധാത്മാവിൽ നമ്മെ സ്നാനം കഴിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ സ്നാനം കഴിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. അവിടെ മത്തായിയുടെ സുവിശേഷം 3-11 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേലിയ സ്തോത്രം. ഞാൻ നിങ്ങളെ മാനസാന്തരം വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നെക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് വീപ്പാൻ ഞാൻ അല്ലേലൂയ മതിയാവില്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിന്റെ തീയിൽ സ്നാനം ഏൽപ്പിക്കും എന്നവിടെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേലൂയ. ഇവിടെ സ്നാനം പരിശുദ്ധാത്മാവിൽ തീരുന്ന 3 വിധ സ്നാനങ്ങളെ കുറിച്ച് വാക്യത്തിൽ പറയുന്നു. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ അത് മാനസാന്തരപ്പെട്ട് എന്നതിന്റെ അടയാളം മാത്രമാണ്. യേശു നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നു യോഹന്നാൻ പറയുന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 2 വായിച്ച് കാണാൻ കഴിയും. തുടർന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം അല്ലേലൂയ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടിരിക്കുന്നു. തീ കൊണ്ടുള്ള സ്നാനം എന്ന് പറയുന്നത് ഇത് കർത്താവിനെ സ്വീകരിക്കാതെ പാപത്തിൽ മരിക്കുന്ന ഏവർക്കും നൽകുന്ന പതിർ തീയിൽ ചുട്ടുകളയുന്നത് പോലെ അവരെ ചുട്ടുകളയുന്നതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മെ പരിശുദ്ധാത്മാവിന് തീരും. അതിന്റെ പല വ്യാഖ്യാനങ്ങളുണ്ട്. പരിശുദ്ധാത്മാവും അഗ്നിയിൽ നമ്മെ സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ തീയിൽ സ്നാനം കഴിക്കുന്ന കർത്താവിനെ അംഗീകരിക്കാതെ, കർത്താവിനെ വിശ്വസിക്കാതെ, ഏലിയാവിന്റെ ദൈവത്തെ വിശ്വസിക്കാതെ ഇന്ന് ലോകപ്രകാരം ജീവിച്ച് പാപത്തിൽ വസിക്കുന്ന ജനത്തിന് ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി തീ കൊണ്ട് സകലതയും ദൈവം ചുട്ടുകളയുമെന്ന് 2 പത്രോസ് ലേഖനം 3-ാം വരുമ്പോൾ അതിന്റെ 8, 9, 10 വാക്യങ്ങളൊക്കെ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. മുമ്പുള്ള ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിച്ചു, ഇനിയുള്ള ഭൂമിയെ തീക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നിങ്ങൾ മടങ്ങിവന്ന് മാനസാന്തരപ്പെടുന്നു. പാപത്തിന്റെ വശീകരണത്തിനൊക്കെ തകപ്പെട്ട് വീണ് പാപത്തിന് നിന്റെ ജീവിതം തകർത്ത് കളയാതെ മടങ്ങി വേണം. ബാലിന്റെ ദൈവങ്ങളും അശേര ദൈവങ്ങളും നിനക്ക് ഉത്തരം നൽകാതിരിക്കുമ്പോൾ ബാലിന്റെ പ്രവാചകന്മാരും ബാലിന്റെ പുരോഹിതന്മാരും രാവിലെ തൊട്ടുച്ചവരെ അവർ നൃത്തം ചെയ്ത് ശരീരത്തെ ദണ്ഡിപ്പിച്ച് മുറിവേൽപ്പിച്ച് മറുപടി കിട്ടാതിരുന്നപ്പോൾ ഏരിയാവിന്റെ ഒറ്റ പ്രാർത്ഥന സ്വർഗം തീറാക്കിയ ഒരു ദൈവമുണ്ട്. അത് നിന്റെ ഒറ്റ പ്രാർത്ഥന മതി നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ. നിന്റെ ഒറ്റ വിഷയം മതിയെന്ന്, നിന്റെ ഒറ്റ പ്രാർത്ഥന മതിയെന്ന്. ഹല്ലേലൂയ. അതിന് മറുപടി അയക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാമൃതമായി സ്വീകരിക്കണം.
യേശുവിനെ സ്വന്തം രക്ഷിതാപിതമായി സ്വീകരിച്ച് ലോകത്തിന്റെ മാലിന്യങ്ങൾ, ലോകത്തിന്റെ ചവിട്ടുകൊട്ടയിൽ നിന്ന് നീ മാറി വന്ന് ജഡത്തിന്റെ പ്രവർത്തികളെ മാറ്റിക്കളഞ്ഞ് ജഡത്തിന്റെ രാഗമങ്ങളുടെ കൂടെ നീ ക്രൂശിക്കണം. ക്രൂശിച്ചിട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാപിതാമായി സ്വീകരിച്ചുകൊണ്ട് ആമീൻ ബാലിന്റെ ദൈവങ്ങൾക്കും ബാലിന്റെ പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ചെയ്യാൻ കഴിയാത്തത് ഏലിയാവിന്റെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെന്നുള്ള ഉറപ്പോടെ നീ ദൈവത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസഭയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് തീ കൊണ്ട് ഉത്തരമല്ലേ ദൈവം. നിന്റെ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിന്നെ നിറച്ചതിന്റെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം, നിന്റെ മനസ്സിന് സമാധാനത്തെ ദൈവം തരും. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തരാൻ വിശ്വസ്തരാകട്ടോ. അതുകൊണ്ട് എനിക്ക് ഞാനൊരിയ ഭൂമിയിൽ തീടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കാത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ലൂക്കോസ് 12:45 കാണുന്നുണ്ട് എന്ന് യേശു പറഞ്ഞു. അപ്രകാരം പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അഗ്നിമയമായ നാവുകൾ ഓരോരുത്തരുമേ ബാധിഞ്ഞു. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ അത് വാഗ്ദത്ത അഗ്നിയായി ശോഭിച്ചെങ്കിൽ യഹോവ തന്നെ ദൈവമെന്ന് നിരൂപിക്കത്തങ്ങളിൽ അത് അഗ്നിയായെങ്കിൽ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയായി അഭിഷേകമായി ഹല്ലേലൂയ. അത് ഏലിയാവിന്റെ കാലത്തെന്ന പോലെ ദൈവം ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആ അഭിഷേകത്തിലേക്ക് നീ വരണം. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിറയപ്പെടണം കേട്ടോ. ഈ അഭിഷേകത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, അഗ്നിയുടെ അഭിഷേകം തന്നെ വരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 പേരെ നിറച്ച ദൈവം നിന്റെ ആത്മാവിൽ നിറയ്ക്കാൻ പോകുകയാണ്. കൊർന്നേലിയോസിന്റെ കുടുംബത്തെ ദൈവം പരിശുദ്ധാത്മാവിൽ നിറച്ചതുപോലെ നിന്നെ നിന്റെ കുടുംബത്തെ ആത്മാവിൽ നിറപ്പാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് കണ്ണുകളടച്ചാട്ട് നീ നൊമ്പരപ്പെടുന്ന, ഭാരപ്പെടുന്ന, സങ്കടപ്പെടുന്ന ഏത് വിഷയമായിരുന്നാലും അതിന്റെ നടുവിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. ഏലിയാവിന്റെ ദൈവം നിന്റെ വിഷയത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.3 കോടി ജനങ്ങൾ, തലമുറ കണ്ടെത്തിപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, ജാതി മത വർഗവർണ്ണ വ്യത്യാസത്തിലോട്ട് കൊട്ടാരി വരെ പണക്കുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ 145 കോടി ജനം, 29 കേന്ദ്രപ്രദേശങ്ങൾ, 6 ലക്ഷം ഗ്രാമങ്ങൾ, 7 ഭൂഖണ്ഡങ്ങൾ, കർത്താവ് തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി കർത്താവിന്റെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ്, കർത്താവിന്റെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണവേദനകൾ, സംസ്ഥാന രാജ്യങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, ഗവൺമെന്റ്, പട്ടാളം, മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന കരസേന, വ്യോമസേന, നാവിക അധികാരികൾ, കർത്താവ് സ്തോത്രന്റെ ക്രമസമാധാന പാലകരെ, പോലീസ്, എയർചേസ്, ഫോറസ്റ്റ് ആയിരിക്കുന്ന ഫയർഫോഴ്സ് വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സകലമൊരു പുതുമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, സ്കൂള്, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങൾ, ഹല്ലേലൂയ. കർത്താവ് വാർദ്ധക്യത്തിലായിരിക്കുന്ന, രോഗത്താൽ ഭാരപ്പെടുന്ന, കർത്താവ് നിരാനപ്പെടുത്തൽ യാചകരുമായിരിക്കുന്ന, ഐശ്വര്യം, ബാല്യ, കൗമാരി, യൗവനത്തിൽ വാർദ്ധക്യമായിരിക്കുന്നവരെ, തലമുറയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാടത്തും പറമ്പിലും കൂറിയിലും കല്ലോടും മണ്ണോടും പണിയെടുക്കുന്ന കർത്താവ് സ്വന്തമായ കാര്യങ്ങൾ, കരയിലും കടലും ആകാശമാർഗം വാഹനോടി സെയിൽസ് ചെയ്യുന്നവർ, കടലോരവാസികൾ, തീരദേശവാസികളെ, ഹല്ലേലൂയ. കർത്താവ് സമയക്കാരുടെ ചെറുകളിൽ വ്യാപാരി വ്യവസായികളെയും എല്ലാ കാർഷിക ക്ഷീരമേഖലയായിരിക്കുന്നവർക്കായി, കമ്പനി ഫാക്ടറി ജോലി ചെയ്യുന്നവർ, ബിസിനസ് പരാജയപ്പെട്ട, കൃഷി പരാജയപ്പെട്ടവർ, കർത്താവ് കടക്കണിയെ കടന്നു ജപ്തി നടന്ന് നേടുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്ന, മദ്യത്തിനും മയക്കും പഞ്ചരേഖയ്ക്ക് അടിപ്പെട്ടു പോയവർ, കുടുംബം തകർന്ന, കുടുംബ ഡിവോഴ്സിലൊക്കെ കർത്താവ് കോടതി കെട്ടിക്കിട കേസുകൾ, തലമുറയില്ലാത്ത വിവാഹപ്രയത്തിന് സൗര്യസ്ഥലന്മാർ, ഹല്ലേലൂയ. കർത്താവ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കും വിദേശത്തെ കഷ്ടസംഖ്യയുടെ സൗര്യസ്ഥലന്മാർ, വിസയ്ക്ക് വേണ്ടി ആഗ്രഹം വിസ നഷ്ടപ്പെട്ട് വിസ വേണ്ടി വിദേശ ജയിലിൽ കിടന്നവർ, പ്രിയപ്പെട്ടവർക്കായി ഇവരുടെ നിമിഷത്തെയൊക്കെ ഈ സമയത്ത് ഓർക്കുന്നു. കർത്താവ് ഒരു മോചന ജനത്തെ കൊടുക്കണമേ, ഒരു വിടുതൽ ജനത്തെ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. പാപഭംഗിരമായ ജീവിതത്തിൽ, പാപഭംഗിരമായ അനുഭവത്തിൽ കർത്താവ് ആചാര അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാന ജനം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മടങ്ങിയ ഏലിയാവിന്റെ ദൈവം തീ കൊണ്ട് ഉത്തരവാടുന്ന ദൈവത്തെ ഈ ജനം അംഗീകരിപ്പാൻ, യേശുവിനെ ഹൃദയങ്ങളുടെ സ്വീകരിപ്പാൻ വിഷയങ്ങൾ മറുപടി കാണണമേ. മാധ്യവും മയക്കും പഞ്ചലഹരി ജീവിതാർത്ഥങ്ങളോട് കുഞ്ഞുങ്ങളെ, തലമുറയെ, കുടുംബത്തെ നശിപ്പിക്കുന്ന മദ്യരോഗികളെ, മയക്കുരോഗികളെ സന്ദർശിക്കണമേ. മുട്ടിനും വീണ്ടും ബാറും കള്ളുഷാപ്പുകളും ബീവറേജുകളും പെരുകുമ്പോൾ, ജനം തകർന്ന തരിപ്പണമാകുമ്പോൾ കർത്താവ് ജനങ്ങൾക്ക് മടങ്ങി വരണം പ്രാർത്ഥിക്കുന്നു. അക്രമങ്ങൾ, തീവ്രവാദങ്ങൾ, ഭീകരവർഗീയതയെല്ലാം മാറിപ്പോകട്ടെ. അധികാരത്തിലൂടെ മനുഷ്യനെ കർത്താവ് മനുഷ്യന്റെ രക്തചൊരിച്ച് നടത്തുന്ന, മനുഷ്യന്റെ രക്തം കൊണ്ട് കർത്താവ് സ്വന്തം അധികാരത്തിന് കസേരയിരിക്കുന്ന അനവധി രാഷ്ട്രീയ നേതാക്കന്മാരെ, ഫറവിദേശ പാർട്ടികളെ, സാമൂഹിക സംസ്കാര മീഡിയ രംഗം നിൽക്കുന്നവർക്ക് എല്ലാത്തിനും മനസ്സാന്തരം കൊടുക്കണമേ.
ഞങ്ങളുടെ ദൈവദാസിദാസന്മാരെ ഓർത്ത് പ്രാർത്ഥി കേരളത്തിൽ ഭാരത ദേശ രാജ്യങ്ങളായിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ചേരിക്കട നിരവധി ദൈവമക്കളുണ്ട്. അർഹാവിയർക്കിന് മോചനം കൊടുക്കണമേ. ദൈവം കൊണ്ട് ഉത്തരമുള്ള ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവേ, അത്ഭുതം ജനം ദൈവം കൊണ്ട് ഉത്തരമുള്ള ദൈവ സാന്നിധ്യം പൗലോസും ശിലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ പരിശുദ്ധമാവന്റെ സാന്നിധ്യം ഇറങ്ങിയപോലെ ഈ നാളുകളിൽ ഞങ്ങളുടെ ജയിലിൽ കിടക്കുന്ന ദൈവദാസദാസ മോചനത്തിനായി അതാത് സംസ്ഥാന ഗവൺമെന്റുകൾക്കായി മാനസാന്തരം കൊടുക്കുവാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. അതാത് ഈ കാലവർഷം കേരളത്തിൽ പെയ്തിറങ്ങുന്നു. നാശങ്ങൾ, നഷ്ടങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകാതെ ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങളോ ഹേമാരി, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കോ, ചുഴലിക്കാറ്റുകളുണ്ടായി നാശനഷ്ടം തരാതെ ജീവകാനി വരാതെ കേരളത്തെ 3 ജില്ലകളിൽ സൂക്ഷിക്കണമേ. ഉൾപ്പെട്ട സാധ്യത മേഖല കൂടുതലുള്ള ഇടുക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂരിനായി മലപ്പുറത്തിനായി കോഴിക്കോട്, വയനാട് ജില്ലകളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനം വിടുതലയിക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം കൊടുക്കണ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.